നഗരസഭയും സർക്കാരും എല്ലാം കൃത്യമായി എല്ലാം നമ്മുടെ LDF സർക്കാർ സമയത്ത് കൃത്യമായി വൃത്തിയാക്കും, ഇതുപോലെ കെട്ടിയടയ്ക്കും. ഈ പ്രാവശ്യം ഒരു മാസമായി ഇതുപോലെ പൊട്ടിച്ചതിനകത്ത് JCB ഇറക്കി ഇതെല്ലാം ചവിട്ടിക്കലക്കി വിട്ടിട്ട് നേരെ കെട്ടാതെ പോയി, ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോയി. ഇതേ ലെവലിനാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഇല്ലാത്തതുകൊണ്ട് വെള്ളം മുഴുവൻ വഴി പഴവങ്ങാടിയിലും കിഴക്കേക്കോട്ടിലും മൊത്തം ഈ ചെളിയും ഈ മാലിന്യം മുഴുവൻ പോയത്. സാധാരണ ഇവിടെ പഴവങ്ങാടി വെള്ളം കെട്ടാറില്ല. ഇത് ശരിക്കും പറഞ്ഞ് നഗരസഭയും സർക്കാരും ഈ ഇപ്പോഴത്തെ UDF സർക്കാരും കാണിച്ച ഏറ്റവും വലിയ അനാസ്ഥയാണ് ഈ സാധനം. ഇത് ഓട ശരിയാക്കിയത് കണ്ട എന്തൊരു ചെയ്യാൻ, നമ്മൾ വെള്ളത്തിൽ കിടന്നതാണ് നീന്തുന്നു. 2-3 മണിക്കൂറായി വെള്ളം ഇങ്ങനെ വന്നിട്ട് ഓടകൾ പൊട്ടി മാലിന്യ വെള്ളമായി. ജനങ്ങൾക്ക് ഇല്ലാത്ത രോഗങ്ങളും അസുഖങ്ങളും ഉണ്ടാവും. അതിനാരും ഇതിന് ഇതുണ്ടായില്ല. ആരും കോർപ്പറേഷൻ വരികയോ അപ്പോൾ പിന്നെ അധികാരികളൊന്നും ഇതുവരെ ബന്ധപ്പെട്ടില്ല. 2-3 മണിക്കൂറിൻ്റെ ജനം കിടന്ന് വലയുക. ഇതാണ് ഈ മാലിന്യ വെള്ളങ്ങളാണ്. ഓട പൊട്ടിയിറങ്ങിയ വെള്ളമോ കടൽ പോലെ വന്ന് ഇവിടെ മൊത്തം ബസ്സുകളും പോയ സ്റ്റാൻഡ് മൊത്തം വെള്ളമോ വെള്ളക്കെട്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. ഭയങ്കര വെള്ളപ്പൊട്ട്. മാലിന്യം പോകാനുള്ളൊരു സംവിധാനം ചെയ്യുക. ഇത്രയും ജനങ്ങൾ തിങ്ങി പാർക്കുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ പൊടി മക്കളവരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നതാണ്. എന്നാൽ കാലൊക്കെ ചൊറിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥ. ഇതിന് ഉടനെ ഒരു സംവിധാനം കോർപ്പറേഷൻ വേണം ഇതിന് മഴക്കാല മുൻകരുതൽ എടുക്കാനുള്ളത്.